ഹായ്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ സ്വന്തം വില പോകുന്ന 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നിങ്ങളോട് അകൽച്ച കാണിക്കുന്നവരോട് കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കുക. നിങ്ങളോട് അകൽച്ച കാണിച്ച് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇടയ്ക്കിടെ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന വിധത്തിൽ യാചിക്കാതിരിക്കുക. 2. നിങ്ങൾ അധികമായി അവരോട് ഒന്നും പങ്കുവെക്കാതിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ഒന്നും, കാരണം അതവർക്ക് അറിയണമെന്ന് യാതൊരാഗ്രഹവും ഉണ്ടായിരിക്കില്ല. 3. നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും അവരെ ആശ്രയിക്കാതിരിക്കുക. എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടെ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വില കളയുന്ന ഒന്നാണ്. 4. നോ പറയേണ്ടിടത്ത് നോയും യെസ് പറയേണ്ടിടത്ത് യെസ്സും പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യത്തിനും അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ അവിടെ നോ എന്ന് കണിശമായി പറയണം. അതിന് മടിക്കരുത്. അതുപോലെ യെസ്, അതായത് അവർ പറയുന്നതിന് മുഴുവൻ തലകുലുക്കി കൂടെ നിൽക്കുന്നതിന് മുമ്പ് ഇത് എനിക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് ആലോചിക്കുക. 5. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ നിൽക്കാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിങ്ങളുടെ വില കളയുന്ന ഒന്നാണ്. ശ്രദ്ധിച്ചു കേട്ട് ഉചിതമായ മറുപടി പറയുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. 6. നിങ്ങളുടെ വാക്കുകൾ നല്ലതായിരിക്കുക. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പുറത്തുവിട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഇവ രണ്ടും. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. 7. മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുത്തിച്ചോഴ്ന്ന് ചോദിക്കാതിരിക്കുക. ഒരു ദുരന്തം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് നടന്ന കാര്യം എന്തായി? അതിനെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ? അവൾ പോയിട്ട് പിന്നെ വന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കിഷ്ടമുണ്ടാവില്ല. അത് അവർ മറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത്തരം കാര്യങ്ങൾ അവരടുത്ത് കുത്തി ചൊഴ്ന്ന് ചോദിക്കാതിരിക്കുക. അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുക. എന്ന് വെച്ചാൽ നീ ഇത് ചെയ്താൽ മതി, ഇതാണ് അതിന് ഏറ്റവും പോസിബിളായ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടമോ താല്പര്യമോ അവരുടെ തീരുമാനങ്ങളോ കേൾക്കാനോ നോക്കാനോ നിൽക്കാതെ സ്വന്തം ഇഷ്ടം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ഇതും നിങ്ങളുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ വാല്യൂ കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് വാല്യൂ ഉണ്ടാകണമെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ തീരുമാനങ്ങളും അവർക്ക് പറയാനുള്ളതും ഒക്കെ കേൾക്കുക. അവരുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഇങ്ങനെ ജീവിച്ചു നോക്കൂ, സ്വന്തം ജീവിതത്തിൻ്റെ വാല്യൂ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബൈ മോട്ടിവേഷൻ മലയാളം.